46 വയസ്സുകാരന്റെ മരണം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണം. ആശുപത്രിയിൽ അടിക്കടി ദുരൂഹമരണങ്ങൾ ആവർത്തിക്കുകയാണെന്ന് ആരോപിച്ചും സംഭവത്തിൽ വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത്. കാഞ്ഞിരക്കോട് സ്വദേശിയായ 46കാരന്റെ മരണത്തിന് പുറകെയാണ് കോൺഗ്രസ് അന്വേഷണം ആവശ്യപ്പെടുന്നത്. മുല്ലയ്ക്കൽ വീട്ടിൽ 46കാരനായ നവീഷ് കയ്യിന് ചെറിയ വിറയലുമായി ആശുപത്രിയിലെത്തുകയും ഇഞ്ചക്ഷൻ എടുത്തതിനു ശേഷം 10 മണിയോടുകൂടി മരണമടയുകയും ചെയ്തു. കാര്യമായ മറ്റ് അസുഖങ്ങൾ ഇല്ലാത്തയാളാണ് നവീഷ് എന്നും സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ മാസം എങ്കക്കാടുള്ള യുവതി യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനായി സർജറി കഴിഞ്ഞ് രക്തം വാർന്ന് മരണമടഞ്ഞിരുന്നതായും മുണ്ടത്തിക്കോടുള്ള രോഗിക്കും സമാന അനുഭവം ഉണ്ടായെങ്കിലും അടിയന്തിരമായി മെഡിക്കൽ കോളേജിലെത്തിച്ച് വീണ്ടും സർജറി നടത്തിയതിനെ തുടർന്ന് രക്ഷപ്പെട്ടതായും DCC സെക്രട്ടറി K. അജിത് കുമാർ പറഞ്ഞു. ജില്ലാ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. വിദഗ്ധ ഡോക്ടർമാർ ഇല്ലാതെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാനുള്ള കേന്ദ്രമായി താലൂക്ക് ആശുപത്രി മാറിയിരിക്കുകയാണ് എന്നും അടിക്കടി ഉണ്ടാകുന്ന മരണത്തിൽ വിദഗ്ധ അന്വേഷണം വേണമെന്നും DCC സെക്രട്ടറി K. അജിത് കുമാർ ആവശ്യപ്പെട്ടു. രാജേന്ദ്രൻ അരങ്ങത്ത്, ജിജോ കുര്യൻ, PJ രാജു, NR സതീശൻ, ഷാഹിദ റഹ്മാൻ, ചന്ദ്രപ്രകാശ് ഇടമന, NR രാധാകൃഷ്ണൻ, ബിജു ഇസ്മായിൽ, ഗോപാലകൃഷ്ണൻ നന്ദിലത്ത്, ഗിരീഷ് എങ്കക്കാട്, കൗൺസിലർ ഷാനവാസ് എന്നിവരും സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഇന്നും 45 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ മരണമടഞ്ഞിരിക്കുകയാണ്. ഇതൊരു നിരന്തര കഥയാണ്. ഒരുപാട് പേരായി ഇതുപോലെ തന്നെ കാരണങ്ങളില്ലാതെ മരണമടയുന്നു. ഇവിടെ നടന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ചെറിയ കയ്യിന് വിറയലായിട്ട് ഇവിടെ വന്ന് ഇഞ്ചക്ഷൻ അടിച്ചതിന് ശേഷം കാലത്തൊരു 10 മണിയോടുകൂടി അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. ഇത് നിരന്തരം കഴിഞ്ഞ ദിവസം യൂട്രസ് റിമൂവ് ചെയ്യാൻ വന്ന എങ്കക്കാട് സ്വദേശിനി അവർ ഇവിടെ മരണമടഞ്ഞു. യൂട്രസ് റിമൂവ് ചെയ്ത് ഓപ്പറേഷൻ കഴിഞ്ഞു. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സ്ത്രീ ബ്ലീഡിങ്ങായി യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം ബ്ലീഡിങ്ങായി അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വീണ്ടും സർജറി നടത്തിയിട്ടാണ് രക്ഷപ്പെട്ടത്. നിരവധി ഈ ആശുപത്രിയിൽ മാത്രമല്ല കേരളത്തിലെ നിരവധി ആശുപത്രികളിൽ മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ഭാഗമായി പാവപ്പെട്ട ചെറുപ്പക്കാരും കുടുംബത്തിൻ്റെ നാഥന്മാരും നാഥകളും ഒക്കെയായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അടിയന്തരമായി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെയാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഈ ഓപ്പറേഷനുകളൊക്കെ ഇവർ ഏറ്റെടുക്കുന്നത്.